നമസ്കാരം കൂട്ടുകാരെ, നമ്മുടെ പുതിയൊരു കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. 2024 നടക്കാൻ പോകുന്ന പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് നമ്മൾ പഠിച്ചു വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് 2024 റിപ്പബ്ലിക് ദിനാഘോഷമാണ്. അപ്പോൾ നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് പോവാം. 2024 ആഘോഷിച്ചത് ഇന്ത്യയുടെ എത്രാമത് റിപ്പബ്ലിക് ദിനമാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം 75ആണ്. റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്ന ആ സ്ഥലമാണ് രാജ്പത്ത്. രാജ്പത്തിൻ്റെ പുതിയ പേരാണ് കർത്തവ്യപത്ത്. ഈ വർഷത്തെ റിപ്പബ്ലിക് ദിന പരേഡിലെ മുഖ്യ അതിഥിയായിരുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ഉത്തരം ഇമ്മാനുവേൽ മാക്രോൺ ആണ്. അദ്ദേഹം ഫ്രാൻസിൻ്റെ പ്രസിഡൻ്റാണ്. ആദ്യ റിപ്പബ്ലിക് ദിന പരേഡിൻ്റെ അന്നത്തെ മുഖ്യ അതിഥിയായിരുന്നത് അഹമ്മദ് സുക്കർണോ ആണ്. അദ്ദേഹം ഇന്തോനേഷ്യയുടെ പ്രസിഡൻ്റായിരുന്നു. ഈ വർഷത്തെ റിപ്പബ്ലിക് ദിനത്തിൻ്റെ പ്രമേയമാണ് വികസിത് ഭാരത് ആൻഡ് ഭാരത് ലോകതന്ത്ര കി മാതൃക. അതിൻ്റെ വിവർത്തനം ഇതാണ്: ഡെവലപ്ഡ് ഇന്ത്യ ആൻഡ് ഇന്ത്യ മദർ ഓഫ് ഡെമോക്രസി. റിപ്പബ്ലിക് ദിനത്തിൽ പതാക ഉയർത്തുന്നത് ഇന്ത്യൻ പ്രസിഡൻ്റാണ്. ഇത്തവണ പതാക ഉയർത്തിയത് ദ്രൗപദി മുർമുവാണ്. ദേശീയ ഗാനം ആലപിക്കുന്ന സമയത്ത് പുറപ്പെടുവിക്കുന്ന ഗൺഷോട്ടുകളുടെ എണ്ണം എത്രയാണ് എന്ന് ചോദിച്ചാൽ, ഇതുവരെ ചോദിച്ചിട്ടില്ല, ഇനി ചോദിച്ചാൽ ഉത്തരം എന്താണ്? 21ആണ്. റിപ്പബ്ലിക് ദിന പരേഡിൽ ഉപയോഗിച്ചിരുന്ന ഗാന്ധിജിയുടെ ഇഷ്ടഗാനമായ എബൈഡ് വിത്ത് മീക്ക് പകരമായിട്ട് പുതിയ ഗാനം ഉൾപ്പെടുത്തി. അതാണ് യേ മേര വതൻ കെ ലോഗോ. 75ാമത് റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് ഇന്ത്യ ഒരു നാണയം പുറത്തിറക്കി. അത് എത്ര രൂപയുടേതാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം 75ആണ്. 75ാം റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്ത വിദേശ സൈന്യമാണ് ഫ്രാൻസിൻ്റെ സൈന്യമാണ്. മികച്ച നിശ്ചല ദൃശ്യത്തിനുള്ള അവാർഡ് നേടിയ സംസ്ഥാനമാണ് ഒഡീഷ. അവരുടെ തീം വിമൻ എംപവർമെൻറ്റ് ഇൻ വികസിത് ഭാരത് എന്നുള്ളതായിരുന്നു. ISRO 2024 75ാമത് റിപ്പബ്ലിക് ദിനത്തിൽ അവതരിപ്പിച്ച നിശ്ചല ദൃശ്യത്തിലെ പ്രമേയം എന്ന് പറയുന്നത് ചന്ദ്രയാൻ 3 ആയിരുന്നു. ചന്ദ്രയാൻ 3നോടൊപ്പം തന്നെ ആദിത്യ L1, ഗഗൻയാൻ, LVM-3, ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ എന്നിവയുടെ മാതൃകകളും ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. 75ാം റിപ്പബ്ലിക് ദിനത്തിൻ്റെ സ്മരണയ്ക്കായിട്ട് ആരംഭിച്ച പരിപാടിയാണ് ഹമാര സംവിധാൻ ഹമാര സമ്മാൻ. ഹമാര സംവിധാൻ ഹമാര സമ്മാൻ ഉദ്ഘാടനം ചെയ്തത് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയായ ജഗദീപ് ധൻഖർ ആണ്. 2024 റിപ്പബ്ലിക് ദിന പരേഡിൽ നെവി കണ്ടജന്റ് സംഘത്തിനെ നയിച്ച മലയാളിയാണ് H. ദേവിക. CRPFനെ നയിച്ച മലയാളിയാണ് മേഘ നായർ. ഇത്തവണത്തെ റിപ്പബ്ലിക് ദിന പരേഡിൽ സ്ത്രീ ശാക്തീകരണമായിരുന്നു ഒരു വിഷയമായിട്ട് ഇന്ത്യ തിരഞ്ഞെടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ പരേഡിൽ പങ്കെടുത്ത ഏതാണ്ട് 90% ആളുകളും വനിതകളായിരുന്നു എന്ന പ്രത്യേകതയും ഈ 2024 റിപ്പബ്ലിക് ദിന പരേഡിന് ഉണ്ടായിരുന്നു. റിപ്പബ്ലിക് ദിനവുമായി ബന്ധപ്പെട്ട് നൽകുന്ന പത്മ പുരസ്കാരങ്ങളെക്കുറിച്ചാണ് നമ്മൾ അടുത്തതായിട്ട് പഠിക്കാനായിട്ട് പോകുന്നത്. ആകെ 132 പേരാണ് പത്മ പുരസ്കാരങ്ങൾ നേടിയത്. ഇതിൽ പത്മശ്രീ ജേതാക്കൾ 110, പത്മഭൂഷൺ ജേതാക്കൾ 17, പത്മവിഭൂഷൺ ജേതാക്കൾ 5. പത്മ പുരസ്കാരം നേടിയ വനിതകളുടെ എണ്ണം 30ആണ്. പത്മഭൂഷൺ ലഭിച്ച മലയാളികളാണ് ഫാത്തിമ ബീവിയും O. രാജഗോപാലും. പത്മഭൂഷൺ നേടിയ പ്രശസ്തയായ ഇന്ത്യൻ ഗായികയാണ് ഉഷ ഉതുപ്പ്. പത്മശ്രീ ലഭിച്ച മലയാളികളുടെ എണ്ണം 6ആണ്. അത് ആരൊക്കെയാണെന്ന് കൃത്യമായും പഠിച്ചിരിക്കേണ്ടതുണ്ട്. 6 പേരുടെയും പേര് നമുക്ക് നോക്കാം. ഒന്നാമത് സത്യനാഥൻ ബലേരി, അദ്ദേഹം നെൽകർഷകനാണ്. സദനം ബാലകൃഷ്ണൻ, കഥകളി ആചാര്യൻ. EP നാരായണൻ, തെയ്യം കലാകാരൻ. മുനി നാരായണ പ്രസാദ്, സാഹിത്യം, വിദ്യാഭ്യാസം എന്നീ മേഖലകളിൽ കഴിവ് തെളിയിച്ച ആളാണ്. ഗൗരി ലക്ഷ്മി ഭായ്, സാഹിത്യം, വിദ്യാഭ്യാസം എന്ന മേഖലകളിലെ സംഭാവനകൾക്ക്. P. ചിത്രൻ നമ്പൂതിരിപ്പാടും സാഹിത്യം, വിദ്യാഭ്യാസം മേഖലകളിലെ സംഭാവനകൾക്കാണ് ഈ വർഷത്തെ പത്മശ്രീ പുരസ്കാരം നേടിയത്.
മരണാനന്തര ബഹുമതിയായി പത്മഭൂഷൺ ലഭിച്ച മലയാളി ആര് എന്ന് ചോദിച്ചാൽ ഉത്തരം ഫാത്തിമ ബീവിയാണ്. മരണാനന്തര ബഹുമതിയായി പത്മശ്രീ ലഭിച്ച മലയാളിയാണ് പി ചിത്രൻ നമ്പൂതിരിപ്പാട്. പത്മവിഭൂഷൺ നേടിയ വ്യക്തികൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ചിരഞ്ജീവി, പത്മ സുബ്രഹ്മണ്യം, വെങ്കയ്യ നായിഡു, വൈജയന്തി മാല, ബിന്ദേശ്വർ പഠക് എന്നിവരാണ്. പത്മശ്രീ പുരസ്കാരം നേടിയ രാജ്യത്തെ ആദ്യ വനിതാ പാപ്പാൻ ആര് എന്ന് ചോദിച്ചാൽ ഉത്തരം അസം സ്വദേശിയായ പാർവതി ബർവയാണ്. അരിവാൾ രോഗ ചികിത്സയ്ക്ക് സംവിധാനം ഉണ്ടാക്കി പ്രശസ്തി ആർജിച്ച 2024 പത്മശ്രീ പുരസ്കാര ജേതാവ് ആര് എന്ന് ചോദിച്ചാൽ ഉത്തരം യാസ്തി മനേക്ഷ ഇറ്റാലിയ എന്ന ഗുജറാത്ത് വനിതയാണ്. 2024 പത്മശ്രീ പുരസ്കാരം ലഭിച്ച പ്ലാസ്റ്റിക് സർജറി വിദഗ്ധയുടെ പേരാണ് പ്രേമ ധൻരാജ്. പൊള്ളലേറ്റ സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി അഗ്നിരക്ഷ എന്ന സംഘടന രൂപീകരിച്ച് അവർക്ക് പ്ലാസ്റ്റിക് സർജറി പോലെയുള്ള നൂതനമായ ചികിത്സാ സംവിധാനങ്ങൾ ഒരുക്കി കൊടുത്ത സംഘടനയാണ് അഗ്നിരക്ഷ എന്ന് പറയുന്നത്. അതിൻ്റെ അമരത്ത് പ്രവർത്തിച്ച ആളാണ് പ്രേമ ധൻരാജ്. പരിസ്ഥിതി സംരക്ഷണത്തിന് വനിതകളുടെ നേതൃത്വത്തിൽ സഹയോഗി മഹിള ബാഗ്രസായി എന്ന സംഘടന രൂപീകരിച്ച് പ്രസിദ്ധമായ 2024 പത്മശ്രീ പുരസ്കാര ജേതാവിൻ്റെ പേരാണ് ചാർമി മുർമു. ഇവര് ജാർഖണ്ഡ് സ്വദേശിനിയാണ്. പത്മശ്രീ നേടിയ ടെന്നീസ് താരത്തിൻ്റെ പേരാണ് റോഹൻ ബൊപ്പണ്ണ. പത്മശ്രീ നേടിയ സ്ക്വാഷ് താരമാണ് ജോഷ്ന ചിന്നപ്പ. പത്മശ്രീ നേടിയ 1964 ഒളിമ്പിക്സ് ഹോക്കി സ്വർണ്ണ മെഡൽ ജേതാവിൻ്റെ പേര് ഹർമീന്ദർ സിംഗ്. അപ്പോൾ കൂട്ടുകാരെ, ഇത്രയും കാര്യങ്ങളാണ് 2024 75ാമത് റിപ്പബ്ലിക് ദിനവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ പോയിൻറ്സും നമ്മൾ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. വേണ്ട താല്പര്യത്തോടുകൂടി ആ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. PSCക്ക് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ ചാനലിൽ നിന്നുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കാനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് അമർത്തുകയും ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.